സുരേഷ് ഗോപി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിലും ഒക്കെ തൃശ്ശൂരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. നിയമസഭയിലും ലോക്സഭയിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ ഈ കുടുംബ വീടുള്ളിടത്താണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അവരുടെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാമല്ലോ. തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ അവർ തൃശ്ശൂരേക്ക് മാറ്റുന്നു. ഇവിടെ ആണ് ഇവരുടെ അടിസ്ഥാന വോട്ട്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ നേരത്തെയൊക്കെ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വോട്ട് ചെയ്യുകയും ഇവിടെയായിരുന്നു. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇവിടെ ചെയ്യുന്നു. തൃശ്ശൂർ എടുക്കാൻ പോയതുകൊണ്ട് തൃശ്ശൂരേക്ക് വോട്ട് മാറ്റിയതാകും എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം നഗരമധ്യത്തിലൊരു ബൂത്താണ്. തൈക്കാടാണ് ബൂത്ത്. രാവിലെ തന്നെ നല്ല ക്യൂ ഉണ്ട്, നമുക്ക് കാണാം. ഇവിടെ 5 ബൂത്തുകളാണുള്ളത്. തൈക്കാട് തന്നെയാണ് വാർഡും. രാവിലെ തന്നെ ആളുകൾ വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ നാട്ടിൻപുറങ്ങളിലാണ് ഇത്ര വലിയ ക്യൂ കാണുന്നത്. രാവിലെ വോട്ടൊക്കെ ചെയ്ത് പണിക്കൊക്കെ പോകാനുള്ള സാധാരണ മനുഷ്യരുടെ ക്യൂ ആണ് ഇവിടെ കണ്ടതെങ്കിൽ നഗരത്തിലും അതിൽ നിന്ന് വ്യത്യാസമില്ല എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശം കൂടിയാകും അരുൺ. കാരണം നമ്മൾ കണ്ടതുപോലെ വലിയ പ്രചരണമായിരുന്നു, കൊണ്ടുപിടിച്ച പ്രചരണമായിരുന്നു. അത് UDF ആയാലും NDA ആയാലും LDF ആയാലും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ആഞ്ഞടിക്കുകയായിരുന്നു പരസ്പരം. ഒരു പ്രാദേശികമായ വിഷയങ്ങളാണ് പ്രധാനമായും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നയിക്കുന്ന പ്രചരണ തന്ത്രങ്ങളെങ്കിൽ കൂടിയും രാഷ്ട്രീയ പാർട്ടികളെല്ലാം വളരെ ശക്തമായി രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിച്ചു എന്നുള്ളതാണ്. അത് ജനങ്ങളാകെ ഉന്നയിച്ചു. UDF ആണെങ്കിൽ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് സ്വർണ്ണക്കൊള്ള തന്നെയാണ്. പക്ഷേ ആദ്യഘട്ടങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ പ്രതിരോധത്തിലായി അവസാനം രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയതോടുകൂടി അതുവരെയുള്ള ക്ഷീണം UDF തീർക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ LDF ആണെങ്കിൽ കഴിഞ്ഞ 9.5 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളുടെ മുന്നിലേക്ക് പോകുന്നത്. BJP ആണെങ്കിൽ LDFനെയും UDFനെയും കുറ്റം പറഞ്ഞുകൊണ്ട് സർക്കാരിൻ്റെ ദോഷങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജനങ്ങളുടെ മുന്നിലേക്ക് പോകുന്നത്. BJPയുടെ പ്രതീക്ഷ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ നേട്ടം, ആ വാർഡുകളിലുണ്ടായ മുൻതൂക്കം കിട്ടും എന്നുള്ളതാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലാണെങ്കിൽ അരുൺ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നതിലും വലിയ ആവേശമാണ് ഇവിടെ കാണുന്നത് എന്നതാണ്. അതിശക്തമായ മത്സരം CPM-ഉം BJP-യും തമ്മിൽ നേരിട്ടാണെങ്കിലും ഇത്തവണ കോൺഗ്രസും വിട്ടുകൊടുക്കാനില്ല എന്നുള്ളതാണ്. ശബരിനാഥിനെ പോലെ കരുത്തരായ സ്ഥാനാർത്ഥികൾ ഇറക്കിക്കൊണ്ടാണ് കോൺഗ്രസ് കളം പിടിക്കാൻ നോക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റ് മാത്രമാണ് കിട്ടിയതെന്ന് ഓർക്കണം. ഇത്തവണ വലിയ മുന്നേറ്റം ഉണ്ടാകും. അത് CPM-ൻ്റെയും BJP-യുടെയും പ്രധാനപ്പെട്ട സീറ്റുകൾ പിടിക്കും എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ CPM-ഉം BJP-യും ബലാബലത്തിലെത്തിയേക്കും. കോൺഗ്രസിനും കുറവില്ലാത്ത സീറ്റുകൾ ഉണ്ടാകും. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കവടിയാറിലെ പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് രേഖപ്പെടുത്താനായി എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ്. സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 32 മിനിറ്റാണ്. വിവിധയിടങ്ങളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും രാവിലെ തന്നെ കവടിയാറിലുള്ള LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്താനായിട്ട് എത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. പ്രതിപക്ഷ നേതാവ് പറവൂരിൽ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷനും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താനായി പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ്. പോളിംഗ് ബൂത്തിലൊക്കെ TV പ്രസാദ് പറഞ്ഞതുപോലെ നഗരഹൃദയങ്ങളിലെ പോളിംഗ് ബൂത്തുകളിലടക്കം നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പ്രായമേറിയ ഒരു മുത്തശ്ശി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മടങ്ങുന്നുണ്ട്.